ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ വളരെ തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടൂറിൽ പോയ ഒരു കുട്ടി ഇങ്ങനെ കാണാതാവുകയും ആ കുട്ടി 4 ദിവസത്തിന് ശേഷം മരിച്ചതിൻ്റെ വാർത്ത, ഈ വാർത്ത കറക്റ്റാണ്. പക്ഷെ ആ കുട്ടിയുടെ ബോഡി കൊണ്ടുവരുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിലുള്ള അതിഭയങ്കരമായിട്ടുള്ള സങ്കടം നിറഞ്ഞിട്ടുള്ള വാർത്തകൾ, ഈ വാർത്തകൾ, പൊട്ടിക്കരയുന്ന വാർത്തകൾ എല്ലാം ലൈവ് വിടുകയാണ്. ഈ വാർത്തകൾ കണ്ട വശം മനുഷ്യർ മുഴുവൻ ഞെട്ടിത്തിരിച്ച് ചാനൽ മാറ്റാണ്. ജനങ്ങൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാമായ ആ കുട്ടിയുടെ മരണം സംബന്ധിച്ചുള്ള ആ ബോഡി കൊണ്ടുവരുമ്പോൾ ആ അച്ഛനമ്മയും കാണിക്കുന്ന വേദന നിറഞ്ഞിട്ടുള്ള കരച്ചിലുകൾ, അത് മലയാളിക്ക് താങ്ങാനുള്ള ശേഷിയില്ല എന്ന് ഈ ദൃശ്യമാധ്യമങ്ങളിലെ മുതലാളിമാരും അതിൻ്റെ അണിയറ പ്രവർത്തകരും മനസ്സിലാക്കണം. ഈ കരയുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ ആ വേദന പിടിച്ചിട്ടുള്ള ആർത്തലച്ച് കരയുന്നത് കാണാനുള്ള മനസാക്ഷി നിങ്ങളുടെ ചാനൽ വരിക്കാർക്കുണ്ടോ എന്നും കൂടി പരിശോധിച്ചിട്ട് വേണം ഒരു വാർത്ത വിടാൻ. പിന്നെ മറ്റൊരു കാര്യമാണ്, ഈ അടുത്ത കാലത്ത് നിതിൻ എന്ന് പറഞ്ഞൊരു കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. ഈ ആത്മഹത്യ ആ കുട്ടീനെ സഹോദരിയും അമ്മയും ആർത്ത് കരയുന്നത് ലൈവ് വിടുകയാണ്. അത്തരം ആർത്ത് കരയുന്ന വാർത്തകൾ ആ കുടുംബങ്ങളിലും മറ്റു കുടുംബങ്ങളിലും ഭാവിയിൽ ദുരന്തങ്ങൾ വിതയ്ക്കാവുന്ന രീതിയിൽ വാർത്ത വിടുന്നത് ശരിയാണ്. ഇത് ഒരു മാധ്യമ ധർമ്മമായിട്ട് കാണുന്നുണ്ട്. വാർത്ത ശരിയാണ്, പക്ഷെ ആ കുടുംബത്തിലുണ്ടാവുന്ന ഭയങ്കരമായ സങ്കടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ആ ബോഡി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള അവരുടെ സങ്കടത്തെ മുഴുവൻ എല്ലാം ഒപ്പിയെടുത്ത് തത്സമയം വിടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങളുടെ ചാനലുകളാണ് മനുഷ്യന്മാർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആരും കാണാൻ തയ്യാറാവുന്നില്ല. കാരണം ഒരു വീട്ടിലെ സംഭവം ഈ 2.5 കോടി ജനങ്ങളുടെ വീട്ടിലേക്ക് പകർത്തി വിടുന്ന സംസ്കാരം ഉണ്ടല്ലോ, അതൊരു മാധ്യമ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ അവരവരുടെ വീടുകളിൽ ഇല്ലാണ്ട് പുറമേ നിന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ വാർത്തകൾ രക്ഷിതാക്കൾ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം ഇന്ന് മലയാളിയുടെ ഒട്ടുമിക്ക വീടുകളിലും കുട്ടികൾ സ്വന്തം വീട്ടിൽ നിന്നാണില്ല പഠിക്കുന്നത്. എല്ലാ അന്യ സംസ്ഥാനങ്ങളും അന്യ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ മാറി നിന്ന് താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ മരണം ലൈവ് കാണിക്കുമ്പോൾ അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഭയവും, സ്വന്തം മകനോടും മകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള ഉൾപ്പേടിയും, പിന്നെ ആകെ വിഭ്രാന്തി കേരളം മൊത്തം ഉണ്ടാക്കി വയ്ക്കുന്ന സംസ്കാരത്തിന് ഒരു തടയിടേണ്ടത് അത്യാവശ്യമാണ്.